ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ചാപ്റ്റർ 14 നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് മവാഖീത്തുൽ ഹജ്ജ് വൽ ഉംറ. നിശ്ചിത കാലവും സമയവും. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ നിശ്ചിത കാലവും സമയവുമുണ്ട്. എപ്പോഴും ഇഹ്റാം ചെയ്യാൻ കഴിയില്ല, എവിടെ വെച്ചും ഇഹ്റാം ചെയ്യാനും കഴിയില്ല. അതിന് നിശ്ചിത സമയവും കാലവും ഒക്കെയുണ്ട്. പക്ഷേ ഉംറയുടെ ഇഹ്റാമിന് നിശ്ചിത കാലമില്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഉംറയ്ക്ക് വേണ്ടി നമുക്ക് ഇഹ്റാം ചെയ്യാം. പക്ഷെ സ്ഥലമുണ്ട്, ഇഹ്റാം ചെയ്യാൻ പ്രത്യേക സ്ഥലം ഹജ്ജിനു പോലെ ഉംറക്കുമുണ്ട്. ഇനി നമുക്ക് എപ്പോഴാണ് സമയം, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് പഠിക്കാം. ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസം. ഷവ്വാൽ മുഴുവനും, ദുൽഖഅദ മുഴുവനും, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസം മാത്രം. പിന്നെയോ 10ാമത്തെ ദിവസം ഫുള്ളില്ല, രാത്രി മാത്രം. 10ാമത്തെ ദിവസം രാത്രി. ഇതാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയം. ഹജ്ജിൻ്റെ ഇഹ്റാമിനുള്ള കാലമാണിത്. ഇനി നമുക്ക് മീഖാത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ, അതാണ് മീഖാത്ത്. അതെവിടെയൊക്കെയാണ് നോക്കാം. ആദ്യം മക്കയിലുള്ളവർ എവിടെ വെച്ചാണ് മീഖാത്ത്, എവിടെ വെച്ചാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്? മക്ക തന്നെയാണ്. മക്കയിലുള്ളവർക്ക് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം മക്ക തന്നെയാണ്. അടുത്തത് മദീനയുടെ ഭാഗത്തു നിന്നും വരുന്നവരുടെ മീഖാത്ത്, അത് ദുൽഹുലൈഫയാണ്. മദീനയുടെ ഭാഗത്തു നിന്ന് വരുന്നവർ ദുൽഹുലൈഫയാണ്. അടുത്തത് ഷാം, മിസ്ർ, മഗ്രിബ്. ഈ ഭാഗത്തുള്ളവരത് ജുഹ്ഫയാണ്. ജുഹ്ഫയാണ് ആരുടേത്? ഷാം, മിസ്ർ, മഗ്രിബ്. ഈ ഭാഗത്തു നിന്ന് വരുന്നവരുടേത് ജുഹ്ഫയാണ്. അടുത്തത് യമൻ ഭാഗത്തു നിന്നും വരുന്നവരുടേത് യലംലം. യമൻ ഭാഗത്തു നിന്നും വരുന്നവരുടേത് യലംലമാണ്. അടുത്തത് നജ്ദ്, ഹിജാസ് എന്നീ ഭാഗത്തു നിന്ന് വരുന്നവരുടേത് ഖർനു മനാസ്. ഓർമ്മിച്ചു വെക്കുക, നജ്ദ്, ഹിജാസ്, ഖർനു മനാസ്. അടുത്തത് ഇറാഖ്, ബസറ. മീഖാത്ത് ദാത്തു ഇർഖ്. ഇറാഖ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മിച്ചു വെക്കുക അല്ലേ, ദാത്തു ഇർഖ്. ഇറാഖ്, ബസറ, ദാത്തു ഇർഖ്. അടുത്ത ഒരു മീഖാത്തുമില്ലാത്ത, വരുന്ന വഴിക്ക് എവിടെയും മീഖാത്തില്ല, അവരുടെ മീഖാത്തോ അവർ നേരിടുന്ന ആദ്യത്തെ അവിടെ വെച്ച് ഇഹ്റാം ചെയ്യണം. വഴിയിൽ ഒരു മീഖാത്തുമില്ലാത്തവർ അവർ ആദ്യം ഏത് മീഖാത്തിനോടാണോ നേരിടുന്നത് അവിടെ വെച്ച് ഇഹ്റാം ചെയ്യണം. ചാപ്റ്റർ 15 നമുക്ക് പഠിക്കാം. തവാഫിൻ്റെ ഷർത്തുകൾ 8 എണ്ണമാണ്. ഏതൊക്കെയാണ്? 1, ഹജ്ജിൻ്റെയും ഉംറയുടെയും അല്ലാത്ത തവാഫുകളിൽ നിയ്യത്ത് ചെയ്യാം. അപ്പം നിയ്യത്ത് നിർബന്ധമാണ് അല്ലേ. 2, ഔറത്ത് മറക്കൽ. 3, അശുദ്ധിയിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. 4, ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങാൻ. 4 എണ്ണമായി, ടോട്ടൽ 8 എണ്ണം ഉണ്ടല്ലേ. 5ാമത്തത് കഅബ ഇടതുഭാഗത്തായിരിക്കൽ. 6, തവാഫ് 7 പ്രാവശ്യമായിരിക്കൽ. 7, തവാഫ് പള്ളിയിലും കഅബക്ക് പുറത്തുമായിരിക്കൽ. 7ാമത്തെ ശ്രദ്ധിക്കണം, തവാഫ് പള്ളിയിലും പക്ഷെ കഅബയുടെ പുറത്തും ആയിരിക്കണം. 8, തവാഫ് മറ്റൊരു ആവശ്യത്തിനല്ലാതെ ഇരിക്കുക. തവാഫ് വേറെ ആവശ്യത്തിന് വേണ്ടി, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചുറ്റുന്നതാവാൻ വേണ്ടി പാടില്ല. ഇത്രയുമാണ് തവാഫിൻ്റെ ഷർത്തുകൾ. 8 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തവാഫിൻ്റെ സുന്നത്തുകളിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം നമുക്ക് പഠിക്കാം. നടന്നു തവാഫ് ചെയ്യുക സുന്നത്താണ്. തവാഫ് ചെയ്യുമ്പോൾ നടന്നു ചെയ്യുക. അടുത്തത് ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുക. ഇതൊക്കെ തവാഫിൻ്റെ സുന്നത്തുകളാണ് കേട്ടോ. അടുത്തത് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക. അടുത്തത് തവാഫ് തുടർച്ചയായി ചെയ്യുക. തവാഫ് തുടർച്ചയായി ചെയ്യുക. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. സുന്നത്തുകൾ ഒന്ന് നമുക്ക് നോക്കാം. തവാഫ് തുടർച്ചയായി ചെയ്യുക. നെക്സ്റ്റ് ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുക, ഹജറുൽ അസ്വദിനെ ചുംബിക്കുക. നെക്സ്റ്റ് നടന്ന് തവാഫ് ചെയ്യുക. ഇത്രയും സുന്നത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് സഹീൻ്റെ ഷർത്തുകൾ. തവാഫിൻ്റെ 8 ഷർത്ത് പഠിച്ചു. ഇനി സഈൻ്റെ 3 ഷർത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്.
ഒന്ന് സഫ കൊണ്ട് തുടങ്ങുക. സായി തുടങ്ങുന്നത് സഫ കൊണ്ടായിരിക്കുക, ഷർത്താണ്. അതുപോലെ 7 പ്രാവശ്യമായിരിക്കുക. സായി 7 പ്രാവശ്യം ഉണ്ടായിരിക്കുക, ഷർത്താണ് അല്ലേ, അപ്പം നിർബന്ധമാണ് അല്ലേ. ഓക്കെ, 3 ഉള്ളൂ. മൂന്നാമത്തത് ഇഫാദത്തിൻ്റെയോ ഖുദൂമിൻ്റെയോ തവാഫിൻ്റെ ശേഷം ആയിരിക്കുക. ഇങ്ങനെ 3 ഷർത്തുകളാണ് സഇയിൽ ചെയ്യാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.